ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 2026 അപ്പം ഒരു പുതിയ വർഷം, പുതിയ തുടക്കം. എല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞൊരു കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഞാനും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ വർഷവും ഞാനിത് യൂഷ്വലി ചെയ്യാറുണ്ട്. എപ്പോഴും അത് ചിലപ്പോൾ ഒരു ക്യാൻവാസയിലോ അല്ലെങ്കിൽ ഭിത്തിയിൽ വെക്കുന്ന പോലത്തെ ഓളയിൽ സ്റ്റിക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആയിക്കൊള്ളുന്നില്ല. ഓരോ വർഷവും ഞാൻ ഓരോ രീതിയിലാണ് അത് ട്രൈ ചെയ്യാറ്. ഈ വർഷമാണെന്ന് തോന്നുന്നു ഇത് ഭയങ്കര പോപ്പുലറായിട്ട് വന്നിട്ടുള്ളത്. ഇത്തവണ ഞാൻ ഓർത്തു എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വിഷൻ ബോർഡായിട്ട് തന്നെ ചെയ്തേക്കാം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. പ്രത്യേകിച്ച് ദൂരെ വേറൊരു സ്ഥലത്താവുമ്പം നമുക്ക് കുറേ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രതീക്ഷ അത് നമ്മുടെ ഉള്ളിലുണ്ടാവും എന്നുള്ളൊരു തോട്ട് വെച്ചിട്ടാണ് ഇത്തവണ ഒരു ബോർഡായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ കുറേ പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇത് ഡോയിഷ് ബെറ്റർ ആക്കണം എന്നുള്ളത്, അങ്ങനെ അതുപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിക്ചറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പിക്ചർ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പം എഴുതി വെക്കുന്നതിലും കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് പിക്ചേഴ്സും കൂടെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ. കാരണം നമുക്കത് ഉള്ളിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ഗോൾസ് എന്താണോ, നമ്മുടെ പ്രയോറിറ്റി എന്താണോ, അതിനനുസരിച്ചുള്ള പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മുടെ തന്നെ ഇമേജ് വെച്ച് നമുക്ക് ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ കൊടുത്തുണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാമെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത്തവണ ഒരു ചെറിയ മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലാക്ക് ക്യാൻവാസ് മേടിച്ചിട്ടുണ്ട്. ഇതൊരു ക്യാൻവാസാണ്, ബ്ലാക്ക് ക്യാൻവാസ്. അപ്പോൾ ഞാൻ ഇതേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത്തവണ. ഒരു വെറൈറ്റി അല്ലേ, എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് ഇത്തവണ ഇത് ട്രെൻഡ് ആയതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും കൂടുതൽ അതെനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഞാനത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു പേളി മാണിയുടെ ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ വീഡിയോ കണ്ടാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ വിഷുകളും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളും ഒക്കെ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അതുപോലെ ഇതിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ക്യാൻവാസിൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പ്രിൻ്റ് ഔട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ വരണ്ടേന്നുള്ള ഒരു ലേ ഔട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ വർഷത്തേക്കുള്ള 2026 വിഷൻ ബോർഡിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും തീർന്നു. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇവിടെ തന്നെയാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മൾ സ്ഥിരം ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കത് കൂടുതലും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഐഡിയലായിട്ട് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ജനുവരി 1-ാം തീയതി തന്നെ ഉണ്ടാക്കിയാലേ ഇതെല്ലാം നടക്കുള്ളൂ എന്നൊന്നുമില്ല. ഇതിൽ പല കാര്യങ്ങളും നടന്നില്ല എന്നും വരും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഉദ്ദേശം നമ്മുടെ വിഷൻ, നമ്മുടെ ഗോൾസ് ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ജനുവരി 1-ന് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് പിക്ചേഴ്സ് വെട്ടി ഒട്ടിച്ചാൽ മാത്രം പോരാ, ഇതിന് വേണ്ട സ്റ്റെപ്പ് എടുക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹോപ്പ് യു മേക്ക് ദിസ് അറ്റ് ഹോം.